നമ്മളെ പഠിത്തം കഴിഞ്ഞിട്ട് കുറെ നാളായി അളിയാ. നമ്മൾ ഇനി ഇങ്ങനെ നടന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്ത് നമുക്ക് രക്ഷപ്പെടണം. അത് ശരി തന്നെ. നമ്മൾ എന്തെങ്കിലും എവിടെന്നെങ്കിലും അടർത്തി എടുത്താലേ പറ്റുള്ളൂ. നിന്റെ മൂക്കി നടത്തി എന്റെ കയ്യിൽ തേക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് കുറച്ച് ദിവസമായിട്ട് സമയം ശരിയല്ലെന്നാണ് തോന്നുന്നത്. ഒന്നിനു പിറകെ ഒന്നായിട്ട് ഒരുപാട് മാരണങ്ങൾ. എടാ നിന്റെ കൈ ഇങ്ങട്, ഞാൻ നോക്കി പറഞ്ഞുതരാം. അതിലെനിക്ക് കൈ നോക്കാനൊക്കെ അറിയാമോ? പിന്നെ ഞാൻ എത്ര കൈ നോക്കിക്കണം. നീ പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ സമയം അത്ര അങ്ങോട്ട് ശരിയല്ല. എന്നിട്ട് ഇവനെ പോലെ ഒരു വൃത്തിയോടെ എങ്ങനെ നമ്മളെ വീട്ടിൽ വന്നത്? എല്ലാരുടെ കൂട്ടത്തിൽ കാണൂടെ ഇങ്ങനെ അടുത്തേ അവൻ കൈ തുപ്പി തന്നേക്കണ്. വരുമ്പോ ഒരു സർവത്തും കൂടെ പറഞ്ഞിട്ട് പാടേ. അതിന് സർവത്ത് ഓടിക്കാൻ പൈസ അല്ല ഇരിക്കണ. നീ പറഞ്ഞ പൈസ ഞാൻ കൊടുക്കാം. അല്ല, ഒരെണ്ണം വാങ്ങിച്ച് നിങ്ങൾക്ക് മാത്രം കുടിച്ചാൽ മതിയാ. അപ്പൊ നമ്മളെന്തിനാ ഇരിക്കണം? എടേ ഒരെണ്ണം വാങ്ങിച്ച് നമുക്ക് 4 കൂടെ കുടിക്കാം. എന്നാ ആദ്യം ഞാൻ കുടിക്കും. ഞാൻ ഒരു സർവത്ത്. ഇല്ല, ഞാൻ കുടിച്ചിട്ട് കുടിക്കാം. ഞാൻ കുടിച്ചിട്ട് തരാം. ഇത് കൊള്ളില്ല, നിങ്ങൾ തന്നെ കുടി. പിന്നെ നിന്റെ തുപ്പല് കൂച്ചാനല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നീ എന്നെ മാന്തിക്കോ? ഇതിന് ഒറ്റയ്ക്ക് കുടിക്കാനുള്ള പരിപാടിയാണോ? ദാഹിച്ചിരുന്നപ്പോ ഇത്തിരി വെള്ളം കുടിക്കാന്ന് വെച്ചാൽ ഈ വൃത്തിയായിട്ടോ അതിന് സമ്മതിക്കില്ല. ദാഹം തീർക്കാനാണ് ഞാൻ പൈപ്പിൽ നിന്നുള്ള എടുത്തോണ്ട് വരാം. ഈ പറഞ്ഞ 17-ാം തീയതി നമ്മളെ കൂടെ ഉള്ള ആരേ ബർത്ത്ഡേ ആണ്. വേറെ ആരുടെ അല്ല, എന്റെ തന്നെ. അളിയാ, അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ചെയ്യൂ. നിനക്ക് ഞാൻ അഡ്വാൻസ് ആയിട്ട് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റും കൊണ്ടുവന്നിട്ടുണ്ട്. കയ്യോടെ പിടിച്ചോണം. ഇതുവരെ ആരും തരാത്ത ഗിഫ്റ്റാണ്. സൂക്ഷിച്ചു വെക്കണം കേട്ടാ നീ. കണ്ണടച്ചോ. അണ്ണാ, എനിക്ക് 2 ജാമ്യക്കാരാണോ? നിങ്ങൾ 2 പേരും മതി. അന്തളിയാ, അപ്പൊ ഞാൻ ജാമ്യം നിൽക്കണ്ടേ? അതിന് നിന്നെ കൊന്നിട്ടല്ലടാ വൃത്തിയായിട്ടോ ഞാൻ ജയിലിൽ പോണത്. പിന്നെ നീ എനിക്ക് എങ്ങനെ ജാമ്യം നിൽക്കും? എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ?